ഹലോ. അപ്പോൾ ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന ദളപതി വിജയ് അഥവാ വിജയ് തൻ്റെ രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തമിഴക വെട്രി കഴകം എന്നൊരു പാർട്ടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് നായകന്റെ മാസ് എൻട്രി. അതെ, അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണ്. അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള സൂചനകൾ വളരെ മുമ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സിനിമയിൽ നായകന്റെ എൻട്രിക്ക് മുമ്പ് വല്ല കാട്ടുമൂപ്പനോ സഹനടനോ ഒക്കെ നായകനെ പറ്റി വാഴ്ത്തുപാട്ടുകൾ പാടുന്നത് പോലെ ചില നീക്കങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന് 2021 തമിഴ്നാട് ഇലക്ഷന് സൈക്കിളിൽ വോട്ട് ചെയ്യാൻ പോയതാണെങ്കിലും ഇക്കഴിഞ്ഞ വർഷം 2023 10ാം ക്ലാസ് 12ാം ക്ലാസ് വിജയികൾക്ക് സമ്മാനം കൊടുത്തതാണെങ്കിലും എല്ലാം ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള നീക്കങ്ങളായിട്ട് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോസഫ് വിജയ് അഥവാ വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്. ഇനി നടന്റെ കളികൾ കാണാനിരിക്കുന്നതേയുള്ളൂ. നടന്റെ രാഷ്ട്രീയ പ്രവേശനത്തിൽ രാഷ്ട്രീയ എതിരാളികളെക്കാളുമോ അതോടൊപ്പമോ ടെൻഷൻ അടിക്കുന്ന മറ്റൊരു കൂട്ടരും കൂടി ഉണ്ട്. അതാരാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. വെൽക്കം ടു ജംഗിൾ മൈൻഡ്സ്. നിങ്ങൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നും വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, അല്ലേ? താങ്ക് യു. അപ്പോൾ തമിഴക വെട്രി കഴകം എന്നൊരു പാർട്ടി ഉദയം ചെയ്തിരിക്കുകയാണ് തമിഴ്നാട്ടിൽ. മുൻപ് മരുതൂർ ഗോപാലൻ രാമചന്ദ്രൻ അഥവാ MGR സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വഴിവെട്ടിയതിനു ശേഷം പലരും ഈ വഴി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ വിജയിച്ചത് എൻ ടി രാമറാവു ആന്ധ്രയിലും ജയലളിത തമിഴ്നാട്ടിലും മാത്രമാണ്. വേറെ പലരും ആ വഴി നോക്കിയെങ്കിലും പകുതി വഴി വിട്ടിട്ട് പോകേണ്ടി വന്നു. അതിന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ് വിജയകാന്ത് തുടക്കത്തിൽ ഒരു തിരമാല പോലെയാണ് വന്നതെങ്കിലും അവസാനം പൊട്ടണക്കിണറ്റിലെ ഓളമായി അവസാനിക്കേണ്ടി വന്നു. MGRന്റെ വഴി പിടിച്ച് കേരളത്തിൽ പ്രേം നസീർ ഇലക്ഷനിൽ മത്സരിച്ചെങ്കിലും തോറ്റുപോയി. രാജീവ് ഗാന്ധിയുടെ ഡൂൺ സ്കൂൾ ഫ്രണ്ടായ അമിതാഭ് ബച്ചനും കോൺഗ്രസ് ടിക്കറ്റിൽ അലഹബാദിൽ നിന്ന് മത്സരിച്ചു 8 നിലയിൽ പൊട്ടിപ്പോയി. MGRന്റെ രാഷ്ട്രീയ പ്രവേശം കരുണാനിധി എന്ന ശക്തന്റെ രാഷ്ട്രീയ തിരക്കഥയോടെയായിരുന്നു. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയത്തിന് പിന്നിലെ പ്രധാന ശക്തി. ഇവിടെ ജോസഫ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തൻ്റെ നീക്കങ്ങളെല്ലാം മുൻകൂട്ടി തിരഞ്ഞെടുത്ത് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. അദ്ദേഹത്തിന് പിന്നിലും പ്രശാന്ത് കിഷോറോ സുനിൽ കനകലുവോ ഒക്കെ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. വിജയ് പറയുന്നത് തൻ്റെ ഫാൻസ് അസോസിയേഷനുകളെ പാർട്ടിയുടെ ടീമാക്കി മാറ്റുമെന്നാണ്, പാർട്ടി ഭാരവാഹികളാക്കി മാറ്റുമെന്നാണ്. ഫാൻസുകാർ തിരിച്ചറിയേണ്ട ഒരു കാര്യം, അണ്ണന്റെ ഫ്ലെക്സിൽ പാലഭിഷേകം നടത്തുന്ന പോലെയോ എതിരാളികളായ തലാജിത്ത് ഫാൻസിനെയും സൂര്യ ഫാൻസിനെയും തെറിവിളിക്കുന്ന പോലെയോ എളുപ്പമല്ല രാഷ്ട്രീയ എതിരാളികളോട് പടവെട്ടി നിൽക്കാൻ എന്നതാണ്. അത് വിജയ് തന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കും എന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം ഈ ഫാൻസ് അസോസിയേഷനുകളിൽ DMK, AIDMK പിന്നെ കുറച്ച് BJP അനുഭാവികളും ഉണ്ടാവും. അവരൊക്കെ അണ്ണനോടുള്ള സ്നേഹം കൂടുതലാണെങ്കിൽ മാത്രമേ അസോസിയേഷനിൽ തുടരുകയുള്ളൂ. അതല്ലെങ്കിൽ അവർ വിട്ടുപോകാനും സാധ്യതയുണ്ട്. അവർക്ക് രാഷ്ട്രീയ പാർട്ടികളോടുള്ള അടിമത്തം അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോടുള്ള ആരാധന അല്ലെങ്കിൽ സ്നേഹം കൂടുതലാണെങ്കിൽ. അണ്ണൻ സിനിമയിൽ ചെയ്യുന്നത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്ന കുറച്ച് നിഷ്കുകളും ഒരു ചേഞ്ച് ആവശ്യമാണ് എന്ന് കരുതുന്നവരും എന്തായാലും വിജയ്ക്ക് വോട്ട് ചെയ്യും. അങ്ങനെ വോട്ട് എന്തായാലും കുറച്ചെങ്കിലും കിട്ടും, ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും. എന്നാൽ തമിഴകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ ശക്തമായ മുന്നേറ്റം ആവശ്യമാണ്. പതിറ്റാണ്ടുകളായി പടവെട്ടിക്കൊണ്ടിരിക്കുന്ന DMKയ്ക്കും AIDMKയ്ക്കും അണ്ണാമലൈ എന്ന മുൻ പോലീസ് ഓഫീസറുടെ ചിറകിൽ പുതിയ ഉയരങ്ങൾ സ്വപ്നം കാണുന്ന BJPക്കും ഇടയിലേക്കാണ് വിജയ് തന്റെ പാർട്ടിയുമായിട്ട് വരുന്നത്. സമത്വ സുന്ദര സങ്കല്പ ലോകം വാഗ്ദാനം ചെയ്ത് അത് നടപ്പിലാക്കാൻ സിനിമയിൽ എളുപ്പമാണ്. അത് ആർട്ട് ഡയറക്ടർ പകുതി പണി ചെയ്തോളും, നായകന് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അഭിനയിച്ചാൽ മാത്രം മതി. എന്നാൽ രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ല, പറയുന്നത് ചെയ്തു കാണിക്കാനുള്ള ആർജവം വേണം, ഊർജം വേണം. അതൊന്നുമില്ലെങ്കിൽ അതിനെ വഴിതിരിച്ചു വിടാൻ കാഴ്ചക്കാരൻ്റെ അല്ലെങ്കിൽ വോട്ടേഴ്സിന്റെ ചിന്ത, അവരുടെ അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്യാനുള്ള കഴിവ് വേണം. തിരക്കഥ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒന്നല്ല രാഷ്ട്രീയം. അവിടെ എപ്പോഴും മാറ്റങ്ങൾ വരാം, നായകൻ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ വരാം. അതിനെയെല്ലാം അറിഞ്ഞ് തരണം ചെയ്യാനുള്ള കഴിവും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നവർക്ക് അത്യാവശ്യമാണ്. അത് വിജയ്ക്ക് ഓൾറെഡി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നീക്കങ്ങൾ പ്ലാനിങ്ങോടെ നടപ്പാക്കിയ സ്ഥിതിക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, വിജയ് വരുന്നത് വെറുതെ അങ്ങ് പോകാനല്ല. രാഷ്ട്രീയ പ്രവേശത്തിന്റെ സൂചനകൾ നൽകി മുന്നോട്ട് വന്ന് പകുതി വഴിക്ക് പിന്തിരിഞ്ഞോടേണ്ടി വന്ന ഇപ്പോഴും കയ്യാലപ്പുറത്തിരിക്കുന്ന രജനീകാന്തിനെ പോലെയോ പൊട്ടരക്കണറ്റിലെ ഓളമായി മാറിയ വിജയകാന്തിനെ പോലെയോ ആകില്ല വിജയ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അതേസമയം
കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഒരുപോലെ ശത്രുവാകാൻ പോകുന്ന, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഒരുപോലെ പണിയാകാൻ പോകുന്ന വിജയ്ക്ക് കേന്ദ്രത്തിന്റെ ED, IT എന്നീ ഏജൻസികളിൽ നിന്നും സംസ്ഥാനത്തിന്റെ റവന്യൂ പോലുള്ള ഏജൻസികളിൽ നിന്നും ഒരു സുസ്വാഗതം ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. 2026 ഇലക്ഷനാണ് വിജയ് ലക്ഷ്യമിടുന്നതെങ്കിലും 2024 നടക്കാൻ പോകുന്ന ലോക്സഭാ ഇലക്ഷനിലും വിജയുടെ അഭിപ്രായം, വിജയുടെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലെങ്കിൽ വിജയ് തൻ്റെ സ്വാധീനം ജനങ്ങളെ അറിയിക്കാൻ, അണികളെ അറിയിക്കാൻ, എതിരാളികളെ അറിയിക്കാൻ എന്തെങ്കിലും നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമുക്ക് എന്തായാലും അത്തരമൊരു നീക്കം തീർച്ചയായും പ്രതീക്ഷിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാഷ്ട്രീയ എതിരാളികൾക്കൊപ്പമോ അതിന് മുകളിലോ ടെൻഷൻ അടിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവർ ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയിലാണ്. അത് തല അജിത്, സൂര്യ ഫാൻസ് ആണ്. വിജയുടെ മത്സരം ഒഴിഞ്ഞുപോയി എന്ന ആശ്വാസത്തിൽ അവർ ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ വിജയ് മുഖ്യമന്ത്രിയായാൽ ആ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള വെറും പ്രജകളായി തല അജിത്തും സൂര്യയും ഒക്കെ മാറും എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് അവർ കരയണോ എന്നുള്ള ചിന്തയിലുമാണ്. എന്തായാലും പൊളിറ്റിക്സ് ഈസ് എ പെർഫെക്റ്റ് ബ്ലെൻഡ് ഓഫ് ആക്ടിംഗ്, റിയാലിറ്റി ആൻഡ് പെർഫോമൻസ്. ഓൺലി ദോസ് വിത്ത് റിയൽ ഇൻബോൺ ടാലന്റ് ക്യാൻ സക്സീഡ് ദെയർ. രാഷ്ട്രീയം എന്നത് അഭിനയത്തിൻ്റെയും യാഥാർത്ഥ്യത്തിൻ്റെയും പ്രകടനത്തിൻ്റെയും ഒരു തികഞ്ഞ മിശ്രണമാണ്. യഥാർത്ഥ കഴിവുള്ളവർ, യഥാർത്ഥ നേതൃപാഠമുള്ളവർ മാത്രമാണ് അവിടെ വിജയിക്കുന്നത്. വിജയ് തൻ്റെ കഴിവ് മാറ്റുരച്ച് നോക്കാൻ പോവുകയാണ്. രാഷ്ട്രീയ അങ്കണത്തിൽ അയാൾ വിജയിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വിജയിച്ചില്ലെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല. നഷ്ടമെല്ലാം വിജയിക്ക് തന്നെയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു.